morning devotion. I'm forever yours. Praise God, hallelujah. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് യേശു ഉപമകളാൽ ജനത്തെ പല കാര്യങ്ങൾ ഉപദേശിച്ച് പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാം. അതിൽ വളരെ മനോഹരമായ ഒരു ഉപമയാണ് വിത്തിന്റെ ഉപമ. വിത്ത് വിതയ്ക്കുന്നവന്റെ ഉപമ. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ട് 4 സ്ഥലത്ത് വീഴും. ഒന്ന് വഴിയരികിൽ, പാറപ്പുറത്ത്, മുള്ളിനടിയിൽ, അതുപോലെ നല്ല നിലത്ത്. അവിടെ മുള്ളിനടിയിൽ വീണു എന്നതായ കാര്യത്തെക്കുറിച്ച് അവിടെ പറയുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാണ്: അത് പൂർണ്ണമായ ഫലം കൊടുത്തില്ല എന്ന് പറഞ്ഞാല് അത് അല്പം ഫലമൊക്കെ കൊടുത്തു, കുറച്ച് ഫലം കൊടുത്തു, പക്ഷെ യഥാർത്ഥത്തിൽ പൂർണ്ണമായ ഫലം കൊടുക്കാൻ അതിന് കഴിഞ്ഞില്ല. അതിനെക്കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ അത് അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: അവര് വചനം കേട്ടു ചെന്ന് ചിന്തകളാലും ധനത്തിന്റെ വഞ്ചനയാലും സംസാര ഭോഗത്താലും അവര് ഞെരുക്കിയിട്ട് അവർക്കതിന് വേണ്ട പോലെ ഫലം കായ്ക്കാൻ കഴിയും. അവർ വചനം കേട്ടു ചെന്നു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം: നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളിൽ ഫലം കായ്ക്കണമെങ്കിൽ ആ കേൾക്കുന്ന വചനത്തെ വളർത്തുന്ന, അതിൽ ഉറപ്പിക്കുന്ന വചനമേ തുടർച്ചയായി കേൾക്കാം. നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞു എന്നും പിന്നത്തതിലില്ല, നിങ്ങൾ ശാപത്തിന് കീഴിലാണ് നിങ്ങൾ കേട്ടത്. ന്യായവിധി ക്രിസ്തുവിൽ കഴിഞ്ഞു, ഞാൻ യേശുവിൽ നീതീകരിക്കപ്പെട്ടവനാന്ന് കേട്ടിട്ട് പിന്നത്തതിൽ ഇല്ല, നിങ്ങൾക്ക് വലിയ ശിക്ഷാവിധി നിങ്ങളുടെ മേലുണ്ട് എന്ന് നിങ്ങൾ കേൾക്കുകയും നിങ്ങൾ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കപ്പെടുകയും ഇരുട്ടിന്റെ അധികാരത്തിന് വിടുവിക്കപ്പെട്ടു എന്ന് നിങ്ങൾ കേട്ടിട്ട് തുടർന്ന് നിങ്ങൾ കേൾക്കുകയാണ് നിങ്ങൾ വലിയ പാരമ്പര്യ ശാപത്തിനാണ് അന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ കഴിയത്തില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ കേൾക്കുന്ന വചനത്തെ നിഷ്ഫലമാക്കുന്ന ബന്ധങ്ങളെ, അങ്ങനെയുള്ള ആ വാക്കുകളെ കേൾക്കാതിരിക്കുക, അതിൽ ശ്രദ്ധിക്കാതിരിക്കുക, നിങ്ങളെ ഭയപ്പെടുത്തുന്ന ചിന്തകളെ എടുത്തു കളയുക, നിരാശപ്പെടുത്തുന്ന ചിന്തകളെ എടുത്തു കളയുക. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ബോധ്യം ഉണ്ടാകട്ടെ: ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാൻ ഒരു അനുഗ്രഹമാണ്, അവനിൽ ക്രിസ്തുയേശു മുഖാന്തരം സകല അനുഗ്രഹത്തിന് ഞാൻ അവകാശിയാണ് എന്ന ബോധ്യം അത് കേട്ട് നിങ്ങളുടെ അകത്ത് തുറക്കട്ടെ. മുള്ളുകളാൽ നിങ്ങൾ കേട്ട വചനത്തെ ഞെരുക്കാൻ അനുവദിക്കാതെ കൂടുതൽ ഫലകരമാക്കാൻ, നിങ്ങൾ കേട്ട വചനം കൂടുതൽ വളർച്ച പ്രാപിക്കാൻ, അത് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇടപെടുന്ന സകല മേഖലകളിൽ നിങ്ങൾ അനുഗ്രഹമായി തീരാനായിട്ട് കർത്താവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്: കേട്ട വചനത്തെ വീണ്ടും ബലപ്പെടുത്തുന്ന, അതെ, ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്നുള്ളത് കേൾക്കുക, വിജയകരമായി ജീവിക്കുക. ഇന്നത്തെ പകൽക്കാലം ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് ലോകം തിരിച്ചറിയുന്ന ഒരു പകലായി മാറട്ടെ. God bless you.